ഈ 140 മണ്ഡലങ്ങളിലും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്, മന്ത്രിസഭ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ BJP നേതാക്കൾ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ പ്രതിഷേധിക്കുന്നു. ആര്? യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു, കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. പക്ഷെ നവകേരളത്തിൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെ അല്ല, അത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനും പൊള്ളുന്നത് എന്തിനാണ് സാർ? ചോദിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് വിമർശിക്കുന്നു. ഇല്ല, ഇന്ന് വിമർശിച്ചാണല്ലോ. ആ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി അവിടെ പ്രതിപക്ഷ MLA ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിമർശനം വരില്ലല്ലോ. അല്ല, അതിന് മറുപടി പറയാം. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിയുടെ പേരെടുത്തിട്ട് ഒരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറല്ല. പോട്ടെ, മുഖ്യമന്ത്രിയുടെ പാർട്ടി അണികളെ റോഡിലിറക്കി സമരം നടത്തണ്ടേ കേന്ദ്ര സർക്കാരിനെതിരെ? കേന്ദ്ര സർക്കാരിനെ എന്തിന് പേടിക്കുന്നു? എന്തിനിവർ പേടിക്കുന്നു? ലാവ്ലിൻ കേസാണോ പേടിക്കുന്നത്? എവിടെയാ സെറ്റിൽമെന്റ് നടത്തിയിരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക. കേന്ദ്ര സർക്കാർ പണം തന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല. അല്ല, ദില്ലിയിൽ സമരം നടക്കാൻ ഇത്രയും കടം കയറി മുച്ചൂട് മുടിച്ചാ സമരം നടത്തി. ഇത്രയും നാളെ എവിടെയായിരുന്നു? ഇവരുടെ സഖാക്കളെ റോഡിലിറക്കണ്ടേ? ആ സഖാക്കൾ സമരത്തിൽ ഇറങ്ങുന്നുണ്ടോ? അതിന് ആരെയാ പേടിക്കുന്നത്? പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എല്ലാ സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നു ഈ സമരം അനാവശ്യമാണ് എന്ന് പറയുന്നു, അല്ലേ? ഞങ്ങൾ ഇവിടെ കരിങ്കൊടി കാണിക്കുന്ന പ്രക്ഷോഭം നടത്തുന്ന മുഖ്യമന്ത്രി യഥാർത്ഥ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടുന്നില്ലെങ്കിൽ അതിനെതിരെയുള്ള സമരത്തിന് ഇറങ്ങേണ്ട സമയത്ത് ഒരു 100 പറഞ്ഞു തീർത്തോട്ടെ, ഒരു 10-200 കോടി രൂപ നാട്ടുകാരുടെ പിടിച്ചിട്ട് അതിനൊക്കെ ഒരു കൺസൾട്ടന്റ് പറഞ്ഞത് പ്രകാരം വിഷ്വൽസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കോർപ്പറേഷനെ 2 സൈഡിലും ഇരുത്തിയിട്ട് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്നാൽ വരുന്ന സമയത്ത് പരാതി പെട്ടിക്കകത്തിട്ടോളാൻ പറയും. അവർ തിരിച്ചു പോകുന്ന സമയത്ത് തോളരും തട്ടും, അപ്പൊ അവരൊന്ന് ചിരിക്കും. ആ വിഷ്വൽസ് കറക്റ്റ് അങ്ങ് കൊടുക്കും, അല്ലേ? ഇത് ആ കോർപ്പറേറ്റ് പിന്നെ കൺസൾട്ടന്റ് പറഞ്ഞതനുസരിച്ചിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് എക്സ്പീരിയൻസ് ആണ്. എന്തായിരുന്നാലും ശരി, ഇവിടെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആ വെബ്സൈറ്റിൽ നോക്കുക, ഞാൻ ആ വെബ്സൈറ്റ് പൂർണ്ണമായി നോക്കുക, അതിനകത്ത് വിഷ്വൽസ് എടുക്കുക. ഓരോ വിഷ്വൽസും കറക്റ്റ് ആ ക്യാമറാമാന് കറക്റ്റ് വേണ്ട സാധനം ഏത് സമയത്ത് പ്രയോഗിക്കാനുള്ള. അതായത് ആ വിഷ്വൽസ് കണ്ട ഒരാളെ ഞാൻ അവര് പിന്നെ എന്താ പറയുക, കോഴിക്കോട് ജില്ല അവിടെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോ അവരുടെ കാര്യം നടന്നിട്ടില്ല, പക്ഷെ അവർ പോകാൻ നേരം മന്ത്രി തട്ടിപ്പോന്ന് ചിരിച്ചായിരുന്നു. അവരുടെ വിഷ്വല് ഇന്ന് പ്രചരിപ്പിക്കുന്നു. ഇതല്ലാതെ ഇത് ജനങ്ങളെ കാണാനാണോ വന്നത്? ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയില്ല എന്നതാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ലല്ലോ, നിങ്ങളല്ലേ അത് പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾക്കുണ്ട്, പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതിഷേധത്തിന് ഒന്നാമത്തെ കാരണം മുഖ്യമന്ത്രിയുടെ സറണ്ടർ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ അടുത്ത്, ആ സറണ്ടർ നിർത്തണം. ആ സറണ്ടർ ചെയ്ത് വെച്ചേക്കുന്നത് 37-ാം തവണ. അതായത് നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ നിങ്ങൾ നടത്തിയ അതേ സമരം പ്രധാനമന്ത്രിക്ക് നേരെ നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കായാലും പ്രധാനമന്ത്രിക്കായാലും കോൺഗ്രസ് ഈ രാജ്യത്ത് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും പ്രതിഷേധങ്ങളും മുന്നോട്ട് പോകുന്നതിന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പൊളിറ്റിക്കൽ റോഡ് ഷോ നടത്തുമ്പോൾ കേരളത്തിൽ നടന്ന് പഞ്ചായത്തുകളുടെ ഫണ്ട് പിരിച്ച്, അത് പഞ്ചായത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ട് എടുത്തിട്ട്, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണക്കാരന് പലിശ കൊടുക്കേണ്ട പൈസ എടുത്ത് മേടിച്ചിട്ട് ലോകത്തുള്ള പബ്ലിക് മണി മുഴുവൻ ലൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവിടെ സാമ്പാർ കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ എതിർക്കും. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചനത്തെയോ വിവേചനത്തിന് അതിശക്തമായി ഞങ്ങളുടെ മുഴുവൻ അത് കേരളത്തിന് വേണ്ടിയല്ല, അത് പാർലമെന്റിന്റെ സുരക്ഷാ പ്രശ്നമാണ്. 18 MP-മാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം മൂലമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ? ബാക്കി എംപിമാരെല്ലാം സസ്പെൻഷൻ. അത് കേന്ദ്രത്തിനെതിരെയുള്ള സമരം അല്ല, അത് എന്താണ് പാർലമെന്റിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഭക്ഷണ കമ്മിറ്റി